രാജ്യത്തുള്ള നിവാസികൾ അവരുടെ മതമേതാണ്, ജാതി ഏതാണെന്ന് നോക്കാതെ എല്ലാവർക്കും അവിടെ സമാധാനവും അതുപോലെ തന്നെ ശാന്തിയുടേതായ ഒരു അന്തരീക്ഷവും നിലനിർത്തുവാൻ സഹകരിക്കൽ വിശ്വാസികളുടെ ബാധ്യതയാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഒരു മുസ്ലിം രാജ്യത്ത് അഭയം നൽകപ്പെട്ടിട്ടുള്ള, അവിടെ കച്ചവടാവശ്യാർത്ഥമോ ജോലി ആവശ്യാർത്ഥമോ വന്നിട്ടുള്ള വിദേശികളായ ആളുകൾ, അവരേത് ജാതിയാവട്ടെ ഏത് മതക്കാരാവട്ടെ, ആ രാഷ്ട്രം അവരുടേതായ സംരക്ഷണത്തിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ടാണ് ഒരു രാജ്യത്തേക്ക് വിസ പ്രവേശനത്തിനുള്ള അനുവാദം നൽകുന്നത്. നമ്മളൊക്കെ പ്രവാസികൾ ഈ രാജ്യക്കാരെല്ലാം ഇവിടേക്ക് വന്നതോടുകൂടി ഏത് രാജ്യക്കാരാണെന്ന് നോക്കാതെ, അവരുടെ മതം നോക്കാതെ, ജാതി നോക്കാതെ ഈ രാജ്യത്ത് സുരക്ഷിതത്വത്തോടെ സമാധാനത്തോടെ ശാന്തിയോടെ തൊഴിൽ ചെയ്യാനുള്ള പ്രത്യേകമായ അവസരങ്ങളും അതുപോലെ തന്നെ അനുവാദങ്ങളും ആ രൂപത്തിലുള്ള സംരക്ഷണ ചുമതല ഏറ്റെടുക്കപ്പെട്ട നിലയിലാണ് ഒരു രാജ്യത്തേക്ക് മുഴുവൻ ആളുകൾക്കും പ്രവേശനം നൽകപ്പെടുന്നത്. അതിന് വിരുദ്ധമായ നിലക്ക് ആരോടെങ്കിലുമുള്ള പകയോ ആരോടെങ്കിലുമുള്ള വിദ്വേഷമോ അതല്ലെങ്കിൽ മതപ്രമാണങ്ങൾ തെറ്റായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലോ മറ്റേതെങ്കിലും ഒരു മതവിഭാഗക്കാരനായ ആളുകളെ കയ്യേറ്റം ചെയ്യലോ അവരെ കൊല ചെയ്യലോ അവർക്ക് നേരെ അക്രമം നടത്തലോ ഒരു മുസ്ലിമിനൊരിക്കലും പാടില്ലെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യരോട് മാത്രമല്ല ജന്തുക്കളോട് പോലും ക്രൂര സമീപനം അരുതെന്ന് പഠിപ്പിച്ച മതമാണല്ലോ, കാരുണ്യത്തിന്റെ മതമാണല്ലോ ദീനുൽ ഇസ്ലാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു കഥ പറഞ്ഞു തന്നില്ലേ? ഒരു പെണ്ണ്, ആ പെണ്ണ് ഒരു പൂച്ചയെ, മിണ്ടാപ്രാണിയായ ഒരു പൂച്ചയെ കെട്ടിയിട്ട് വിശന്ന് വലഞ്ഞ് ആ പൂച്ച ചത്തതിന്റെ പേരിൽ ആ പെണ്ണിന് നരകമാണുണ്ടായത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിനെ അതിന്റെ പാട്ടിൽ അയച്ചുവിട്ടിരുന്നുവെങ്കിൽ അത് അതിന്റേതായ ഇരതേടി പുറത്തുപോയി ജീവിക്കുമായിരുന്നു. അതിനും ഇവൾ സമ്മതിച്ചില്ല. കെട്ടിയിട്ടപ്പോൾ ഭക്ഷണം കൊടുത്തതുമില്ല. അങ്ങനെ ആ മിണ്ടാപ്രാണിയെ, വിശന്ന് വലയുന്ന നിലക്ക് ആ പ്രാണിയെ, മിണ്ടാപ്രാണിയെ കൊന്നുകളഞ്ഞതിന്റെ പേരിൽ ആ പെണ്ണ് ശിക്ഷിക്കപ്പെടുകയാണുണ്ടാകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അറുക്കൽ അനുവദനീയമായ മൃഗത്തെ, നമുക്ക് വേണ്ടി ഭക്ഷ്യയോഗ്യമായ മൃഗത്തെ അറുക്കുന്ന നേരത്ത് പോലും നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് അതിനെ വല്ലാതെ വിഷമിപ്പിക്കാതെ പെട്ടെന്ന് കൃത്യം നിർവഹിക്കണം എന്ന് പറഞ്ഞ ഹദീസിന്റെ ആമുഖഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എല്ലാ വസ്തുക്കളോടും ജന്തുക്കളോടും ജീവജാലങ്ങളോടുമൊക്കെ നന്മ ചെയ്യണം, കരുണ ചെയ്യണം എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ നിർദ്ദേശം. അതാണ്. ഇതിന് വിപരീതമായിക്കൊണ്ട് ആരെങ്കിലും കൊന്നുകളഞ്ഞാൽ, ആരെങ്കിലും ആ നിലക്കുള്ള അക്രമത്തിന് ഏതെങ്കിലും എവിടെയെങ്കിലും വെച്ചാരെങ്കിലും അതിന് മുതിർന്നാൽ ഇസ്ലാം അത് ഗൗരവത്തോടുകൂടെ കാണുകയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ, ഒരു ദേഹത്തെ കൊല ചെയ്തതിന് പകരമായിട്ടല്ലാതെ ആരെങ്കിലും മറ്റൊരു ദേഹത്തെ കൊല ചെയ്താൽ അത് ഇസ്ലാം അതിന്റേതായ അധികാരികൾക്ക് അനുവാദം കൊടുത്തിട്ടുള്ള ഒരു കൊലയാണ്. ഒരാളെ കൊന്നവനെ അവന്റെ കുറ്റം യാതൊരു നിലക്കുമുള്ള ഒരു നിലക്കുള്ള പ്രത്യേകമായ പരിഗണനയും അവൻ അർഹിക്കാത്ത നിലക്ക് തന്നെ അവനെ കൊന്നുകളയണം എന്നത് ഇസ്ലാം അതിന് ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. പ്രതിക്രിയാ നടപടി. അതുകൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത് തന്നെ. ഇല്ലെങ്കിൽ ഇഷ്ടമുള്ളവരെ കൊന്നുകളഞ്ഞാൽ ഈ രാജ്യത്ത് സ്വൈരം നിലനിൽക്കുമോ, സമാധാനമുണ്ടാകുമോ? അതുകൊണ്ട് തന്നെ കൊന്നവന് പ്രതിക്രിയയായിക്കൊണ്ട് കൊലക്കുറ്റം ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അതല്ലാത്ത പേരിൽ ഒരാൾ മറ്റൊരാളെ കൊന്നുകളഞ്ഞാൽ, അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയാൽ, രാജ്യദ്രോഹ കുറ്റം ചെയ്താൽ, രാജ്യത്ത് കുഴപ്പങ്ങളും കലാപങ്ങളും ഉണ്ടാക്കാൻ ഒരാൾ തയ്യാറായാൽ അവനെയും നിഷ്പ്രയാസം കൊന്നുകളയണം എന്നത് ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടി അതിന്റേതായ ഉത്തരവാദിത്തപ്പെട്ട ബോഡികളോട്, ഇസ്ലാമികമായ ഭരണം നിർവഹിക്കുന്ന ആളുകളോട്, അതിന്റേതായ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ആളുകളോട് കൽപ്പിച്ചതാണ്. ഞാൻ അങ്ങനെ അടിവരയിട്ട് പറയാൻ കാരണം, ഈ ഉത്തരവാദിത്തങ്ങളൊന്നും ഒരു രാജ്യത്തെ പൗരന്മാർ നിർവഹിക്കേണ്ടതല്ല, ഒരു രാജ്യത്തുള്ള വ്യക്തികൾ കയ്യിലെടുക്കേണ്ടതല്ല ഈ നിയമങ്ങളൊന്നും. കൊലക്കുറ്റത്തിന് അനുവാദം, കൊലപാതകത്തിന് ഇസ്ലാം അനുവാദം കൊടുക്കുമ്പോഴും രാജ്യദ്രോഹം നടത്തിയവർക്കെതിരെ പ്രതിക്രിയ നടപടികൾ എടുക്കാൻ അനുവാദം നൽകുന്നതുമൊന്നും ഒരു രാജ്യത്തുള്ള നിവാസികൾക്കോ പൗരന്മാർക്കോ ഒന്നുമല്ല. കട്ടവന്റെ കൈമുറിക്കണം എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്.
ആരാണ് കൈമുറിക്കേണ്ടത്? രാജ്യത്തുള്ള നിവാസികളല്ല. അതിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഉത്തരവാദപ്പെട്ട ആളുകളുണ്ട്, അവർക്കേ അതിന് അധികാരമുള്ളൂ. വ്യഭിചാരിയെ എറിഞ്ഞുകൊല്ലണം എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. അവൻ വിവാഹിതനാണെങ്കിൽ, അവിവാഹിതനാണെങ്കിൽ 100 അടി അടിക്കണം എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. ആരാണ് നിയമം നടപ്പിലാക്കേണ്ടത്? അത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആ നിയമങ്ങൾ ഒത്തിണങ്ങിയിട്ടുള്ള അതിന്റേതായ ഉത്തരവാദപ്പെട്ട ആളുകളാണ് നിർവഹിക്കേണ്ടത്. നിയമം കയ്യിലെടുക്കാൻ ഒരു രാജ്യത്തുള്ള നിവാസികൾക്കും ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരെ കൊല്ലണം, ആർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നത് ഇസ്ലാം അതിനെ നിശ്ചയിച്ചിട്ടുള്ള കൃത്യമായ പ്രമാണങ്ങളിൽ നിന്ന് കൃത്യമായ നിലക്ക് മനസ്സിലാക്കുന്നതിന് പകരം അവിവേകികളായ ആളുകൾ പ്രമാണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ രാജ്യത്ത് പലപ്പോഴും സമാധാനാന്തരീക്ഷം തകരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇസ്ലാം ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചിട്ടുണ്ട്, മൻ ഖതല നഫ്സൻ മുആഹദൻ ലം യരിഹ് റായിഹത്തൽ ജന്ന വ ഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറത്തി 40 ആമാ. റവാഹുൽ ബുഖാരി റഹിമഹുല്ലാഹ്. ആരെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്ത് ഒരു അമുസ്ലിമിന് പ്രവേശനം നൽകപ്പെട്ട് അവിടെ ആ അമുസ്ലിമിനോട് കരാറിലേർപ്പെട്ട മുസ്ലിം രാജ്യത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമുസ്ലിമിനെ ആരെങ്കിലും കൊന്നുകളഞ്ഞാൽ ലം യരിഹ് റായിഹത്തൽ ജന്ന, സ്വർഗത്തിന്റെ പരിമളം പോലും അവൻ ആസ്വദിക്കാൻ കഴിയില്ല, സ്വർഗത്തിന്റെ മണം പോലും അവൻ ആസ്വദിക്കാൻ കഴിയില്ല. ഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറത്തി 40 ആമാ. ആ സ്വർഗത്തിന്റെ പരിമളം 40ഓളം വർഷത്തെ വഴിദൂരം അടിച്ചു വീശുന്ന പരിമളമുള്ള സ്വർഗമാണ്. അതിന്റെ അടുത്തേക്ക് പോലും അടുപ്പിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. ആരെ കൊന്നവന്? മുസ്ലിമിനെ കൊന്നതല്ല. മുസ്ലിമിനെ കൊന്നതിന്റെ ഗൗരവം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വേറെ പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു അമുസ്ലിമിനെ അവനൊരു മതക്കാരനായി എന്നതിന്റെ പേരിൽ കൊലപാതകം നടത്തുന്നവൻ, കൊന്നുകളയുന്നവൻ സ്വർഗപ്രവേശനം പോയിട്ട് സ്വർഗത്തിന്റെ 4 അയലത്ത് അവനെ അടുപ്പിക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. കൊലക്കുറ്റം മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അലാ മൻ വളമ മുആഹദൻ അവ ഇൻതഖസഹു ഔ കല്ലഫഹു ഫൗഖ താഖതിഹി ഔ അഖദ മിൻഹു ശൈഅൻ ബിഗൈരി തീബി നഫ്സിൻ ഫഅന ഹജീജുഹു യൗമൽ ഖിയാമ. റവാഹു അബൂ ദാവൂദ് റഹിമഹുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ നിലക്ക് മുസ്ലിമീങ്ങളോട് കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു മുസ്ലിമിനെ ആരെങ്കിലും ദ്രോഹിച്ചാൽ അല്ലെങ്കിൽ അവന് കൊടുക്കേണ്ടുന്ന ഒരു അവകാശത്തിൽ നിന്ന് വല്ലതും ആരെങ്കിലും കമ്മി വരുത്തിയാൽ, അതല്ലെങ്കിൽ അവന്റെ കഴിവിനപ്പുറം അവനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചാൽ, അവന് മനസ്സിനൊരിക്കലും സമ്മതമില്ലാത്ത നിലക്ക് അവന്റേതായ ഒരു ധനം അല്പമെങ്കിലും ആരെങ്കിലും കവർന്നെടുത്താൽ, ആ വ്യക്തിക്ക് വേണ്ടി നാളെ പരലോകത്ത് വാദിക്കുന്ന വാദി ഞാനായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ എതിർകക്ഷിയായിട്ട് വരുന്ന ഒരു ദുരന്തം അതൊരു മുസ്ലിമിനെ ഓർക്കാൻ കഴിയില്ല. ഇവിടെയൊക്കെ സഹോദരന്മാരെ, ഇസ്ലാം എല്ലാവരോടും കരുണ ചെയ്യണം എന്നാണ് പറയുന്നത്. ലാ യർഹമുല്ലാഹ് മൻ ലാ യർഹമുന്നാസ്. ജനങ്ങളോട് കരുണ കാണിക്കാത്തവനോട് അല്ലാഹുവും കരുണ കാണിക്കുകയില്ല. അമുസ്ലിമീങ്ങളോട് സ്വീകരിക്കേണ്ടുന്ന ഒരു മുസ്ലിം സമീപനം എന്ത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. സൂറത്ത് മുംതഹനയിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, ലാ യൻഹാകുമുല്ലാഹു, അല്ലാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല. ആരെക്കുറിച്ച്? അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി, മതത്തിന്റെ വിഷയത്തിൽ നിങ്ങളോട് പോരാട്ടത്തിന് വരാത്തവരോട്, വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങൾ മുസ്ലിമീങ്ങളായി എന്നതിന്റെ പേരിൽ നിങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിൽ അവർ കൈവെക്കുന്നില്ല. നിങ്ങൾ നിവസിക്കുന്ന നാടുകളിൽ നിന്ന് നിങ്ങളെ അവർ ആട്ടി പുറത്താക്കുന്നുമില്ലെങ്കിൽ അത്തരത്തിലുള്ള മുസ്ലിമീങ്ങളോട് അല്ലാഹു വിരോധിക്കുന്നില്ല. എന്ത്? അൻ തബറൂഹും, നിങ്ങൾ അവർക്ക് നന്മ ചെയ്തു കൊടുക്കൽ.
നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുന്നത് അള്ളാഹു മുസ്ലിമീങ്ങളെ നിങ്ങളോട് വിരോധിക്കുന്നില്ല. വതുഖ്സിതൂ ഇലൈഹിം അവരിലേക്ക് നിങ്ങൾ നീതിയോടുകൂടെ ജീവിക്കുന്നതും. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ നിശ്ചയം അല്ലാഹു നീതിയോടുകൂടി ഇടപെടുന്നവരെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അമുസ്ലിമീങ്ങളാണ് തന്റെ കൂടെ ചുറ്റുഭാഗത്തും എന്നത് അവിടുന്ന് ഒരിക്കലും അവനൊരു അമുസ്ലിമായി എന്നതിന്റെ പേരിൽ വൈരം വെച്ച് പുലർത്താൻ കാരണമായിട്ടില്ല. ഒരിക്കലും അതിന് കാരണമായിട്ടില്ല. പ്രവാചകനോട് ശത്രുതയോടുകൂടെ നിലക്കൊണ്ടിരുന്ന ആളുകളായിരുന്നല്ല യഹൂദി വിഭാഗം. ആ യഹൂദികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊള്ളക്കൊടുക്കകൾ നടത്തിയിട്ടുണ്ട്, കച്ചവടം ചെയ്തിട്ടുണ്ട്, ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അമുസ്ലിമായി എന്നതിന്റെ പേരിൽ നിങ്ങളുമായി ഇടപാടില്ല, കച്ചവടമില്ല, നല്ല ബന്ധങ്ങളില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, തുഫിയ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ വദിറുഹു മർഹൂന ഇൻദ യഹൂദിയിൻ ബിസലാസീൻ യഅനി സാഅൻ മിൻ ശഈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന വേളയിൽ അവിടുത്തെ യുദ്ധരംഗത്ത് അവിടുന്ന് ധരിക്കാറുള്ള പടയങ്കി 30 സേർ ഗോതമ്പിനെ അവിടുന്ന് ഒരു യഹൂദിയുടെ വീട്ടിൽ പണയപ്പെടുത്തിയിരുന്നു എന്ന് മരിക്കുവോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ ഒരു സന്ദേശം നമുക്ക് പ്രദാനം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരൽപ്പം ഗോതമ്പ് ധാന്യം കടം കിട്ടണമെങ്കിൽ അതിന് മദീനയിലുള്ള യഹൂദി തന്നെ വേണമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അവിടുത്തോട് സ്നേഹമുള്ള സഹാബിമാരില്ലേ, ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങളില്ലേ? എന്നിട്ടും അവരൊക്കെ ഉണ്ടായിട്ടും അവരോട് ഇടപാട് നടത്താതെ ഒരു യഹൂദിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപാട് നടത്തി പണയവസ്തു നൽകിയെങ്കിൽ അതിന് ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾക്കൊരു വലിയ മെസ്സേജ് നൽകുന്നുണ്ട്. എന്ത്? അമുസ്ലിമായി എന്ന ഒരൊറ്റ കാരണത്താൽ മുസ്ലിമീങ്ങൾക്ക് അയാളോട് ഇടപാട് നടത്തിക്കൂടാ എന്നൊന്നും ആരും എന്റെ ഉമ്മത്തിൽ ധരിച്ചു പോകരുതെന്ന ഏറ്റവും വലിയ സൗഹാർദ്ദത്തിന്റെ മെസ്സേജ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ നൽകിയിരിക്കുകയാണ്. അതായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ പലരും ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചപ്പോൾ രാജ്യത്ത് ഭീകര തീവ്രവാദങ്ങൾ ഉടലെടുക്കുകയുണ്ടായി. യുദ്ധരംഗത്ത് ഇസ്ലാമിനോട് ഭയങ്കരമായ ശത്രുത പുലർത്തുന്ന, യുദ്ധരംഗത്ത് കണ്ടുമുട്ടുന്ന അമുസ്ലിമീങ്ങളോട്, കാഫിറുകളോട് പോരാടാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള വചനങ്ങളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് അത് സമാധാനാന്തരീക്ഷത്തിലേക്ക് കൂടി ബാധകമാക്കിയ തീവ്രവാദികളാണ് പലപ്പോഴും വർഗീയാന്തരീക്ഷങ്ങൾക്കും കലാപങ്ങൾക്കും തിരികൊളുത്തിയത് എന്നത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ തെറ്റായി മനസ്സിലാക്കിയതിന്റെ ദുരന്തമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളെ കാലത്തും ജനങ്ങളോട് പറയുന്നത്, ഏത് വിഷയത്തിലും വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും വാചകങ്ങൾ ഭാഷാർത്ഥം വെച്ചുകൊണ്ട് നിങ്ങൾ വ്യാഖ്യാനിക്കരുത്. ഖുർആൻ മനസ്സിലാക്കുവാനും ഹദീസുകൾ മനസ്സിലാക്കുവാനുമൊക്കെ നമുക്കൊരു മാനദണ്ഡമുണ്ട്. അതെന്താണ്? അതാദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവായിൽ നിന്ന് കേൾക്കുവാൻ സൗഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള സഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവരാണ് സലഫുകൾ. ആ സലഫുകൾ മനസ്സിലാക്കിയ ഫഹ്മ് സലഫി സാലിഹ്, മഹാന്മാരായ സച്ചരിതരായ സഹാബിമാർ മനസ്സിലാക്കിയ രീതിശാസ്ത്രം അനുസരിച്ചുകൊണ്ട്, അതേ മൻഹജു സലഫ് അനുസരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ആചാരരംഗത്തും പെരുമാറ്റ രംഗത്തും മുഴുവനും ഈ സമുദായം തീവ്രവാദത്തിന്റെ ദുരാരോപണം പേറേണ്ടി വരും എന്നത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. നമ്മൾ ഗൗരവത്തോടുകൂടെ അറിയേണ്ടതാണ്. ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. നിങ്ങളും അത് മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലെ മടവൂർ എന്നറിയപ്പെടുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയപ്പെടുന്ന ഒരു വലിയായിക്കൊണ്ട് ആളുകൾ പരിചയപ്പെടുത്തുന്ന CM മടവൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ ഒരു കൊച്ചു പുസ്തകം പ്രസിദ്ധീകൃതമായിട്ടുണ്ട്, CM സ്മരണിക. ആ പുസ്തകം വായിച്ചു നോക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ നിങ്ങളും അത്ഭുതപ്പെട്ടേക്കാവുന്ന ഒരു വലിയ കാര്യമായിട്ട് അതിൽ കൊടുത്തതെന്താണ്? മഹാനവറുകൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ ചോദിച്ചറിയുമ്പോഴും യാത്ര ചെയ്യുന്നതിന്റെ മുമ്പ് ഡ്രൈവർ മുസ്ലിമാണോ അമുസ്ലിമാണോ? അമുസ്ലിമാണെന്നറിഞ്ഞാൽ അദ്ദേഹം പിന്നെ ആ ബസ്സിൽ യാത്ര ചെയ്യൂല, ഇറങ്ങി നടക്കും എന്നാണ്. എന്ത് മെസ്സേജാണ് പ്രിയമുള്ളവരെ ഇത് വായനക്കാരന് പ്രദാനം ചെയ്യുക? അതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രയാസവും വന്നാൽ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ എന്ന്
ഒരു സമൂഹത്തിന്റെ മുമ്പിൽ വലിയ സ്ഥാനം നൽകപ്പെട്ട വലിയായി ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്ന കാലത്ത് അമുസ്ലിമീങ്ങളോട് ഇടപാട് നടത്താൻ പാടില്ല, അമുസ്ലിം ഡ്രൈവർ ഓടിക്കുന്ന വാഹനത്തിൽ യാത്ര ചെയ്തുകൂടാ എന്ന് തുടങ്ങിയ വർഗീയമായ ചിന്തകൾ വെച്ച് പുലർത്തിയെന്ന് വന്നാൽ ഒരു സമൂഹത്തിന്റെ വായനക്കാർക്ക് എന്ത് മെസ്സേജാണ് പ്രിയമുള്ളവരെ ആ സന്ദേശം നൽകുക? ഇത് വളരെ ഗുരുതരമല്ലേ? ഇതാണ് പറഞ്ഞത്, പലർക്കും അബദ്ധം പറ്റിപ്പോയി. അതുകൊണ്ടാണ് ഒരു മുസ്ലിം ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന, ഇസ്ലാമിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു വേദിയിലേക്ക് ഒരു അമുസ്ലിമിനെ ക്ഷണിച്ചു വരുത്തിയിരുത്തിയാൽ അതുപോലും വലിയ പാതകമായി ചിത്രീകരിച്ചുകൊണ്ട് അതൊന്നും നമുക്ക് ഒരിക്കലും പാടില്ലാത്തതാണെന്ന് പറയുന്ന ആ രൂപത്തിലുള്ള തീവ്രവാദങ്ങളും പൊറുപ്പിക്കപ്പെടാത്തതാണ് ഇസ്ലാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആരെയും ഒരു മതത്തിന്റെയും കാര്യത്തിൽ നിർബന്ധിച്ചിട്ടില്ല. ഇസ്ലാം അതല്ലേ പഠിപ്പിച്ചത്, ലാ ഇക്റാഹ ഫിദ്ദീൻ, ലാ ഇക്റാഹ ഫിദ്ദീൻ. മതത്തിന്റെ കാര്യങ്ങളിൽ ബലാത്കാരമില്ല, നിർബന്ധിക്കലില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇസ്ലാം ഒരിക്കലും ഭീകരവാദ തീവ്രവാദത്തിന് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പ്രമാണങ്ങളെ ശരിയായ നിലക്ക് മനസ്സിലാക്കാതെ പലരും പ്രമാണം മനസ്സിലാക്കാൻ ഉപയോഗപ്പെടുത്തുന്നത് സോഷ്യൽ നെറ്റ്വർക്കുകളാണ്. അതിലാരും എന്തും അടിച്ചുവിടുന്നത് മുഴുവനും ദീനാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. വാട്സപ്പുകളും ഫേസ്ബുക്കുകളുമാണെന്ന് പലരുടെയും മുഫ്തിമാർ. അവർക്ക് ഫത്വ അതിൽ നിന്ന് കിട്ടിയാൽ വളരെയേറെ സമാധാനമാണ്. എന്താണതിൽ പറഞ്ഞത്, എന്താണ് ആ പറഞ്ഞ വിഷയവും പ്രമാണവുമായിട്ടുള്ള ബന്ധം? ആ പ്രമാണങ്ങളെ മുസ്ലിം ലോകത്തിന്റെ പൂർവ്വസൂരികൾ മനസ്സിലാക്കിയിടത്തു നിന്നാണോ ഇവർ മനസ്സിലാക്കിയത്? ഇതൊക്കെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ മനുഷ്യന്റെ ദുന്യാവും ആഖിറവും നഷ്ടപ്പെടും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്ലാമിനെ ശരിയായ നിലക്ക് ഗ്രഹിക്കുകയും അതിന്റെ ശരിയായ സ്രോതസ്സിൽ നിന്നതിനെ പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. അത് വളരെ കൃത്യമായി നിർവഹിക്കാത്തിടത്തോളം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തീവ്രവാദ ഭീകരവാദ സംഘടനകൾ തലപൊക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സർവ്വ നീക്കങ്ങളിൽ നിന്നും ഒരു മുസ്ലിം മാറി നിന്നുകൊണ്ട് ഇസ്ലാമിനെ അതിന്റേതായ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് അമുസ്ലിമീങ്ങളോടുള്ള മുസ്ലിമീങ്ങളുടെ പെരുമാറ്റം എങ്ങനെയാണ് വേണ്ടത്, അതിന് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള അതിർവരമ്പുകൾ കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. മുൻഗാമികളായ ഖലീഫമാരുടെ ചരിത്രം മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ്. എന്ത്? എതിർകക്ഷി യഹൂദിയാണ്, തന്റേതായ പാർട്ടിയിൽപ്പെട്ടയാളാണ് തെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവോ അലി റളിയല്ലാഹു അൻഹുവോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരും തന്നെ ഒരു ഭരണാധികാരിയും അവിടെ മതം നോക്കിയിട്ടില്ല, ജാതി നോക്കിയിട്ടില്ല. ആരാണ് തെറ്റ് ചെയ്തതെങ്കിൽ പരസ്യമായി അവന് ശിക്ഷ കൊടുത്തിട്ടുള്ള ഭരണാധികാരികളാണ് മുസ്ലിം ലോകത്ത് കാണാൻ കഴിയുന്നത്. മറ്റുള്ളതൊക്കെ മറ്റുള്ള ആളുകളുടെ സ്വഭാവങ്ങളും അവരുടേതായ പ്രക്രിയകളുമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് എളിമയാർന്ന ശോഭയാർന്ന തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെടാവുന്ന ഏറ്റവും വലിയ രൂപത്തിലുള്ള അടയാളങ്ങളാണ് രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചവർക്കിടയിൽ ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശത്തെ അത് കാണുന്നവനെ മുഴുവൻ കാഫിറാണെന്ന് കണ്ട് തലവെട്ടുന്ന മതമല്ലെന്ന് പറഞ്ഞുകൊടുക്കാൻ, ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറഞ്ഞാൽ കാഫിറിന്റെ തലവെട്ടാനുള്ള ആഹ്വാനമാണെന്ന് പേർത്തും പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരുടെയും ചില തെറ്റായ വ്യാഖ്യാനങ്ങളും പെരുമാറ്റങ്ങളും അതിന് കാരണവും കൂടിയായി തീരുമ്പോൾ മുസ്ലിമീങ്ങൾ ജാഗ്രതയോടുകൂടെ നിലകൊള്ളുകയും ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ കൃത്യമായ സ്രോതസ്സിൽ നിന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഇസ്ലാം സമൂഹത്തിന്റെ മുമ്പിൽ വെക്കുന്ന ആ കൃത്യമായ സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും കാഴ്ചപ്പാട് നാം ഉൾക്കൊള്ളുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രമാണങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും എല്ലാ രംഗത്തും സമാധാനം നൽകിക്കൊണ്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരോടും നല്ല നിലക്കുള്ള പെരുമാറ്റം ഇസ്ലാം ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനോട് പറഞ്ഞത്
നാളെ നിന്റെ ഹസനാത്തുകളുടെ തുലാത്തിൽ ഏറ്റവും കനം തൂങ്ങുന്ന ഒന്ന് സൽസ്വഭാവമാകുന്നു. ഖാലിഖിന്നാസ ബിഖുലുഖിൻ ഹസൻ, ഈ ജനങ്ങളോട് ഏറ്റവും നല്ല നിലക്ക് ഇടപെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടുകൂടി അത് പറഞ്ഞു. അവിടുത്തെ ഏറ്റവും വലിയ ഗുണമായി തന്നെ അല്ലാഹു തആല പറഞ്ഞതെന്താ? വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നബിയേ, താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ്. ആ സ്വഭാവമാണ് നിങ്ങളിൽ ഏറ്റവും ശോഭിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എതിരാളികൾ പോലും ശത്രുക്കൾ പോലും അവിടുത്തെ ആ നല്ല പെരുമാറ്റം കൊണ്ട് അവിടുത്തോട് അടുത്തുകൂടി. അത് അല്ലാഹ് അവിടുത്തേക്ക് കൊടുത്ത ഏറ്റവും വലിയ ഒരു റഹ്മത്തായിരുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فبما رحمة من الله. അള്ളാഹുവിങ്കൽ നിന്നുള്ള കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം ലിൻത ലഹും, നീ അവരോട് വളരെ നേർമയോടുകൂടെ പെരുമാറി, നീ അവരോട് വളരെ ലീനമായ നിലക്ക് നീ അവരോട് ഇടപെട്ടു. വലൗ കുൻത ഫളൻ ഗലീളൽ ഖൽബ്, നീ എങ്ങാനും പരുഷ ഹൃദയനും കഠിന സ്വഭാവിയുമൊക്കെ ആയിരുന്നുവെങ്കിൽ ലം ഫദ്ദൂ മിൻ ഹൗലിക, നിന്റെ ചുറ്റുഭാഗത്തു നിന്നും അവരെന്നോ ഒഴിഞ്ഞു പോകുമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പെരുമാറ്റം, മുസ്ലിമീങ്ങളുടെ പെരുമാറ്റമാണ് പലപ്പോഴും പലരെയും ഇസ്ലാമിലേക്ക് അടുപ്പിച്ചത്. നമ്മുടെ കേരളത്തിന്റെ ചരിത്രം തന്നെ നമുക്കറിയാം. അറബ് രാജ്യത്തു നിന്നും കച്ചവടാവശ്യാർത്ഥം അറബ് നാടുകളിൽ നിന്ന് നമ്മുടെ കേരളത്തിലെ കടൽ തീരങ്ങളിൽ ഇറങ്ങി ബിസിനസ് ആവശ്യാർത്ഥം വന്ന അറബികളായ ആളുകളുടെ നല്ല പെരുമാറ്റം കണ്ടുകൊണ്ട് കേരളത്തിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. വാളും കുന്തം ഉപയോഗപ്പെടുത്തിയിട്ട് അറബികൾ കേരളത്തിലേക്ക് കച്ചവടാവശ്യാർത്ഥം വന്ന്, നീ അമുസ്ലിമാണോ, ചല്ലടാ കലിമ എന്ന് പറഞ്ഞ് വാളുകൊണ്ട് വെട്ടിയിട്ട് ആരെയും ഇസ്ലാം മതത്തിലേക്ക് ചേർത്തതായിരുന്നില്ല. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഒരു രാജ്യം ജയിച്ചടക്കുമ്പോൾ പല ആളുകളിലും കാണുന്ന ഒരു ക്രൂരമായ സ്വഭാവമുണ്ട്. ആ രാജ്യത്തുള്ള മുഴുവൻ നിവാസികളെയും കൊന്നുകളയും. എതിരാളികളാണെങ്കിൽ അവരുടെ ആരാധനാലയങ്ങളെ തച്ചുതകർക്കും. അതേ അവസരത്തിൽ ഇസ്ലാമിന്റെ ഖലീഫമാര് രാജ്യങ്ങൾ ജയിച്ചടക്കിയിടത്ത് മുഴുവനും നോക്കൂ, അവിടെയുള്ള ആളുകൾക്കൊക്കെ അവർക്കിഷ്ടമില്ലെങ്കിൽ അവരുടേതായ മതമനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. മഠങ്ങളിലും ചർച്ചുകളിലും കനീസകളിലും ആരാധനകളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന പുരോഹിതന്മാരെ കൊന്നുകളയരുതെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ, അതൊക്കെ ഇസ്ലാം വളർത്താൻ. ഇസ്ലാം ഒരിക്കലും വാളുകൊണ്ടും കുന്തം കൊണ്ടും തോക്കുകൊണ്ടും ബോംബ് കൊണ്ടും വളർന്നതല്ല. അതിന്റെ ഏറ്റവും നല്ല സ്വഭാവത്തിലൂടെ, നല്ല പെരുമാറ്റത്തിലൂടെ, അതിന് നമ്മുടേതായ കേരളം തന്നെ അതിന്റെ ചരിത്രത്തിൽ സാക്ഷിയാണ് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, സംസാരത്തിൽ എന്തോ ഒരല്പം പരുക്കൻ സ്വഭാവം വൈകാരികമായി വന്നുപോയപ്പോൾ, ഇസ്ലാമികമായ വൈകാരികത കൊണ്ട് അല്പം പരുക്കനായ ഒരു വാക്കുകൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ വന്നുപോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ അലൈകി ബിർരിഫ്ഖ്, സൗമനസ്യത്തോടുകൂടെ ഇടപെടൂ. ഏതൊരു കാര്യത്തിലും നല്ല രൂപത്തിലുള്ള ഇടപെടൽ അതിന് ഭംഗി കൂട്ടുകയേ ചെയ്യുകയുള്ളൂ. എവിടെ വിവേകം നഷ്ടപ്പെടുന്നുവോ അവിടെ അത് മോശമായി തീരും. എവിടെ വിവേകത്തോടുകൂടെ ഇടപെടാൻ കഴിയുന്നുവോ അതിന് അലങ്കാരം വർദ്ധിക്കുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്ലാമിനെ അതിന്റേതായ ശരിയായ പ്രമാണങ്ങളിൽ നിന്ന് ശരിയായ നിലക്ക് മനസ്സിലാക്കുകയും നമ്മൾ ഏറ്റവും വലിയ